ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അവസരങ്ങൾ നൽകിയത് തന്ത്രിയാണെന്ന SITയുടെ കണ്ടെത്തൽ. മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്ക് കുരുക്കായി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രി അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. RB സാനൂപ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സാനൂപ്, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വീണ്ടും 2 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന വഴിയാണോ? എന്താണ് വിവരങ്ങൾ? ജീന, 2ാം വട്ടം അറസ്റ്റ് ചെയ്ത ശേഷമാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. ഒരു കാരണവശാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് റിപ്പോർട്ടും അതേപോലെ പ്രത്യേക അന്വേഷണ സംഘം നൽകാൻ പോകുന്ന കസ്റ്റഡി അപേക്ഷയും അതിൽ രണ്ടിലും എന്തൊക്കെയായിരിക്കും ഉൾപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിച്ചു, ഏതൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളത്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുക. എന്നാൽ പോലും 2ാം വട്ടത്തെ ചോദ്യം ചെയ്യലിലാണ് കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പത്മകുമാറിന്റെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു വട്ടം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അന്ന് അറസ്റ്റിലേക്കൊന്നും നീക്കിയില്ല. മൊഴി രേഖപ്പെടുത്തി വിടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. രാവിലെ തന്നെ അദ്ദേഹത്തെ വരാൻ ആവശ്യപ്പെടുകയും തുടർന്ന് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം പിന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അവിടെയും 2 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരുന്നു വ്യക്തത വരേണ്ടിയിരുന്നത്. അതിൽ ഒന്ന്, ഈ ശബരിമലയിലെ എന്തെങ്കിലും വസ്തുക്കൾ, മൂല്യമേറിയ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് തന്ത്രിയുടെ അനുമതി വേണം. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതി താൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ മഹാസർ റിപ്പോർട്ടറിലും അതേപോലെ കണ്ടെടുത്ത രേഖകളിലെല്ലാം തന്നെ അതിൽ തന്ത്രിയും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കി. അതിന്റെ തെളിവുകളും അവർക്ക് ലഭ്യമാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെയും അതേപോലെ അറസ്റ്റിലായവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും തന്ത്രിക്ക് പ്രതികൂലമായിട്ടായിരുന്നു അവരുടെയൊക്കെ മൊഴി വന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്വർണം ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി, 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളർത്തിയതും ഈ ശബരിമലയിൽ കൊണ്ടുവന്നതുമെല്ലാം തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയായി വന്നിരുന്നു. അത് ആ മൊഴി നൽകിയത് മറ്റാരുമല്ല, പത്മകുമാർ തന്നെയാണ് ആ മൊഴി നൽകിയത്. അദ്ദേഹം അറസ്റ്റ് ആവുന്നതിന് മുമ്പേ തന്നെ തുടക്കം മുതൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ദൈവ തുല്യനായിട്ടുള്ള ഒരാൾക്ക് ഇതിൽ പങ്കുണ്ട്, അദ്ദേഹമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം ശബരിമലയിൽ കൊണ്ടുവന്നത് ആ ദൈവ തുല്യനാണ് എന്നുള്ള കാര്യം തുടക്കം മുതൽ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു. ആ ദൈവ തുല്യൻ മറ്റാരുമല്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിൽ അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ്റെ തൊട്ട് താഴെ ദൈവതുല്യനായിട്ട് ഭക്തർ കാണുന്നത് തന്ത്രിയെ തന്നെയാണ്. ആ തന്ത്രി തന്നെയാണ് പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യനായിട്ടുള്ള ആൾ എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാവുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സൗകര്യമെല്ലാം ശബരിമലയിൽ ഒരുക്കി കൊടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കിയ ശേഷം അദ്ദേഹത്തെ ഒരു സ്പോൺസറായിട്ട് തിരികെയൊക്കെ കൊണ്ടുവന്നതിനെല്ലാം തന്നെ പങ്ക് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് SIT മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ ഈ പറയുന്ന ഈ സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നു. തന്ത്രിയുടെ മൗന സമ്മതത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ, ഇക്കാര്യങ്ങളൊക്കെ തെളിവും മറ്റുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഗൂഢാലോചനയിൽ തന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഫോൺ കോളുകൾ കണ്ഠരര് രാജീവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതെല്ലാം കൂടി വെച്ചിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. എന്തായാലും
താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കോടതിയിൽ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കോടതി അടക്കം ഏറ്റവും വലിയ ഉന്നതരിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അന്വേഷണ സംഘത്തെ ഒരു ഘട്ടത്തിൽ പോലും ഈ അന്വേഷണത്തിന്റെ ദിശ തെറ്റി എന്നുള്ള കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കാമെന്നുള്ള കാര്യം കോടതി പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം ഇഴയുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ മാത്രമാണ് ഹൈക്കോടതി ഇടപെട്ടത്. പക്ഷേ അത് പിന്നീട് ഇപ്പോൾ ത്വരിതവേഗത്തിൽ തന്നെ ഈ അറസ്റ്റിലേക്കും കൂടുതൽ ഉന്നതരിലേക്കും പോകുന്നു. പക്ഷേ തന്ത്രിയോടുകൂടി ഇത് അവസാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഏറ്റവും ഉന്നതനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഈ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷേ ഇനി അറിയേണ്ടത് ഈ റിമാൻഡ് റിപ്പോർട്ടിലും അതേപോലെ നൽകാൻ പോകുന്ന കസ്റ്റഡി അപേക്ഷയിലും എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണോ എന്നതാണ് അറിയേണ്ടത്. ജീന.